കൊച്ചിയിൽ പുറംകടലിൽ മുങ്ങിയ ഒരു കപ്പലിന്റെ കഥയുണ്ട്. അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് തീരത്തടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വർക്കല പാപനാശം ബീച്ച് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞതായി ഇന്ന് രാവിലെ മുതൽ വാർത്തകളുണ്ട്. അതിലേറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം, വർക്കലയിൽ തീരത്തണഞ്ഞ ഈ കണ്ടെയ്നറുകളിലൊന്നിൽ നിന്ന് വെളുത്ത നിറമുള്ള എന്തോ ഒരു വസ്തു തീരത്ത് അടിഞ്ഞുകൂടുന്നുണ്ട് എന്നുള്ള വിവരമാണ്. ഷിജോ കുര്യൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഷിജോ, ഈ കണ്ടെയ്നറുകളിൽ ചിലതിൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിരുന്നു എന്ന ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതുള്ളതാണോ? ഈ അടിഞ്ഞ വസ്തു കാൽസ്യം കാർബണേറ്റ് തന്നെയാണോ? നമ്മൾ ഈ മാങ്ങ പഴിപ്പിക്കാനൊക്കെ അനധികൃതമായി വ്യാപാരികൾ ഉപയോഗിക്കുന്ന ആക്ഷേപമുള്ള ഒരു രാസവസ്തുവാണ് കാൽസ്യം കാർബണേറ്റ്. ഇത് അപകടകരമാണോ? എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്? എന്താണ് മറ്റു വിവരം? അജിംസ, കാൽസ്യം കാർബണേറ്റ് അപകടകരം തന്നെയാണ്. അത് അത്തരം ഒരു വസ്തുക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ കടലിന്റെ വിവിധ ഭാഗങ്ങളിൽ തീരത്ത് അടിഞ്ഞിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം പാപനാശം, അഞ്ചുതെങ്ങ് അടക്കമുള്ള വിവിധ തീരപ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പദാർത്ഥങ്ങളും കണ്ടെയ്നറുകളും ഈ തീരത്തേക്ക് അടിഞ്ഞത്. അഞ്ചുതെങ്ങ് ഭാഗത്ത് ഏതാണ്ട് 2 കണ്ടെയ്നറുകൾ പൊളിഞ്ഞ ഒരു സ്ഥലത്ത് അടിഞ്ഞിട്ടുണ്ട്. ഈ കണ്ടെയ്നർ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഈ കണ്ടെയ്നറിനകത്തുള്ള വസ്തുക്കൾ നടക്കുകയാണ്. ഇത് ആളുകൾ കടലിൽ നിന്ന് കരയിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ കണ്ടെയ്നർ കരയിലേക്ക് അടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് പോവുകയോ അതിൽ നിന്നുള്ള വസ്തുക്കളിൽ തൊടുകയോ ചെയ്യരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നതാണ്. പക്ഷേ അതുപോലും കൃത്യമായിട്ട് പാലിക്കാതെ ഈ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറിൽ നിന്ന് വീണ വസ്തുക്കൾ കരയിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമം ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ വർക്കല, പാപനാശം അടക്കമുള്ള ബലിതർപ്പണത്തിന് വേണ്ടി നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ്. അവിടങ്ങളിലടക്കം ഈ കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ പൊട്ടി കരയിലേക്കായിട്ട് വീണിട്ടുണ്ട്. ഇത് എന്തുതരം വസ്തുക്കളാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാർബണിന്റെ അടക്കമുള്ള പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയ വസ്തുക്കൾ ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതടക്കമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ തീരപ്രദേശത്തെ വിവിധ ഇടങ്ങളിലേക്ക് കരയിലേക്ക് ആളുകളടക്കം ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കയറ്റുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും അടക്കം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരുടെ സ്ഥാനത്തിൽ തന്നെയാണ് ഈ ആളുകൾ ഈ കണ്ടെയ്നറിലെ വസ്തുക്കൾ കരയിലേക്ക് വലിച്ചു കയറ്റുന്നത്. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ വരും മണിക്കൂറിൽ പലയിടങ്ങളിലായിട്ട് അടിയാനുള്ള സാധ്യതയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. ശരി, ഷിജോയാണ് വിവരം നൽകിയത്. അതിലുള്ളത് കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ വളരെ അപകടകരമാണ്. ആ സാധനം വിഷവസ്തുവാണ്. അപ്പോൾ 200 മീറ്റർ അകലം പാലിക്കണം കടലിൽ നിന്ന്, ഈ കണ്ടെയ്നറുകളിൽ നിന്ന് എന്ന് നേരത്തെ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതുകൊണ്ടുകൂടിയായിരിക്കാം. മാത്രമല്ല പല ദുരൂഹ സാഹചര്യത്തിലുള്ള ചില വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഈ ചാവക്കാട് തീരത്തെ ഏതോ യന്ത്രത്തോക്കിന്റെ ഭാഗങ്ങളൊക്കെ അടിഞ്ഞു എന്നുള്ള വാർത്തകളും പ്രചരിപ്പിക്കുന്നു. നമുക്കതിൽ സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും ഇത്തരം രാസവസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുകയാണ് നല്ലത്. അതിനടുത്തേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം വിഷവസ്തുക്കളാണ്. കണ്ടാമിനേഷൻ, പൊല്യൂഷൻ ഇതൊക്കെ ഉണ്ടാകും കപ്പൽ മുങ്ങുമ്പോൾ എന്നുള്ളത് സ്വാഭാവികമാണ്. എണ്ണപ്പാട പടരുന്നുണ്ട്. ആ എണ്ണപ്പാട ഇല്ലാതാക്കാനുള്ള ശ്രമം നാവികസേന നടത്തുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക കപ്പലുകളും ഡോണിയർ വിമാനവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ NDRFന്റെ വിദഗ്ധ സംഘം കൂടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഇന്നലെ വാർത്തകളുണ്ടായിരുന്നു. അതിൽ ന്യൂക്ലിയർ വിദഗ്ധർ ഉൾപ്പെടെ എത്തുന്നുണ്ട്. കാരണം മുങ്ങിയ കപ്പലിൽ ഏതെങ്കിലും റേഡിയോ ആക്റ്റീവ് ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അതിൽ വ്യക്തതയില്ല. അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് നിർവീര്യമാക്കാനും അതിനെ തടയാനും ആവശ്യമായ നടപടികൾ ദുരന്ത നിവാരണ വിദഗ്ധർ ചെയ്യും എന്ന് ഉറപ്പാണ്.